ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന അത്യാവശ്യം കമന്റ് സെക്ഷനിൽ ചോദിച്ച ഒരു ടൈപ്പ് ആക്നെ പറ്റിയിട്ടാണ്, അതായത് ഡ്രൈ സ്കിൻ ആക്നെ പറ്റിയിട്ട്. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ കയറി വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് പറ്റിയ വീഡിയോയിൽ കമന്റ് സെക്ഷനിൽ പറയുക. എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഡ്രൈ സ്കിൻ ആക്നെ എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ ഡ്രൈ സ്കിൻ ആക്നെ എന്ന് വെച്ചാൽ. അതായത് നമ്മുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരിക്കും, അതായത് ഫ്ലേക്കിനെസ് കാണും, ടൈറ്റ്നെസ് കാണും, എന്ന് വെച്ചാൽ ഫുൾ സ്കിൻ നല്ല ഡ്രൈ ആയിട്ട് ടൈറ്റ് ആയിട്ടും ഇരിക്കും. അതിൻ്റെ കൂടെ മോക്കുരും കൂടെ വരും, ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ നോർമലായിട്ട് പറയുന്ന എന്താ പറയുന്ന ആക്നെ ട്രീറ്റ്മെന്റ് ആയ സാലിസിലിക് ആസിഡോ റെറ്റിനോളോ ബെൻസോയിൽ പെറോക്സൈഡോ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം നമ്മുടെ സ്കിൻ വീണ്ടും ഡ്രൈ ആക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാധനങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനും പറ്റില്ല, എന്നാൽ മുഖത്ത് ഭയങ്കരമായിട്ട് മൂക്കുരു വരികയും ചെയ്യും. അപ്പൊ നമുക്ക് ആകെ ഫുൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താണ്, എന്തുകൊണ്ടാണ് നമുക്ക് ഈ മൂക്കുരു വരുന്നത്, നമ്മുടെ സ്കിൻ ഡ്രൈയും ഈ ആക്നെ വിയേർഡ് കോമ്പിനേഷൻ എന്തുകൊണ്ട് നമുക്ക് വരുന്നു എന്നുള്ളത് നോക്കണം. ഫസ്റ്റ് ആയിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ ഓവറായിട്ട് നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് നിങ്ങൾ സാലിസിലിക് ആസിഡോ റെറ്റിനോളോ ഗ്ലൈക്കോളിക് ആസിഡോ പോലെയുള്ള സാധനങ്ങൾ ഒരുപാട് നിങ്ങളുടെ സ്കിന്നിൽ യൂസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അത് കാരണം നിങ്ങൾക്ക് ഒരു ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെയാണ് ഹാർഷ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ്. ഇപ്പൊ നമ്മൾ ക്ലെൻസറിന്റെ വീഡിയോയിൽ, ഫേസ് വാഷിന്റെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള അല്ലാത്ത ഫേസ് വാഷസ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ ഓയിലിനെ അത് സ്ട്രിപ്പ് ഔട്ട് ചെയ്യും. അത് കാരണം നമുക്ക് ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റ് ആണ്. ഇപ്പോൾ ലാസ്റ്റ് എനിക്ക് ചേച്ചി ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ചേച്ചി ക്ലൈമറ്റ് അനുസരിച്ചിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് മാറുന്നു, ഡെഫിനറ്റ്ലി മാറും. അതും ഇവിടുത്തെ ഒരു കണ്ടീഷനാണ്. അതായത് നമ്മൾ കോൾഡ് വെതറോ ലോ ഹ്യൂമിഡിറ്റി ഉള്ള സമയത്ത് നമ്മുടെ സ്കിൻ ഒന്ന് ഡ്രൈ ആവും. നമ്മളിപ്പോൾ ഈ തണുത്ത സ്ഥലങ്ങളിലൊക്കെ പോയിക്കുമ്പോൾ നമ്മുടെ സ്കിൻ കുറച്ച് വരളാൻ തുടങ്ങത്തില്ലേ, അപ്പൊ ആ ഡ്രൈനെസ് കാരണം നമുക്കൊരു മൂക്കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ്. നാലാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും സ്കിൻ അണ്ടർലൈൻ സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അതായത് സെബറേ ഡെർമറ്റൈറ്റിസ്, എക്സിമ പോലെയുള്ള അസുഖങ്ങളുണ്ട്, അതും നമുക്ക് ചിലപ്പോൾ ആ ഒരു ഇറിറ്റേഷന്റെ കൂടെ ആക്നെ ബ്രേക്ക്ഔട്ട്സും കൂടെ വരുന്നത് ഈ ഡ്രൈ സ്കിൻ ആക്നെ ആയിട്ട് മാറും. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക്, നമ്മൾ ഈ ഓൾറെഡി നിങ്ങൾക്ക് ആക്നെ പ്രോൺ സ്കിൻ ആണ് ഇല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഓവറായിട്ട് നിങ്ങളുടെ ആക്നെ ട്രീറ്റ്മെന്റ്സുകൾ യൂസ് ചെയ്യും. അത് കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്രേക്ക്ഔട്ട്സ് വരാം. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസ് കാരണം നമുക്ക് ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരാം. ഓവർ യൂസ് ഓഫ് ആക്നെ ട്രീറ്റ്മെന്റ്സും നമുക്ക് ആക്നെ സ്കിൻ ഡ്രൈ ആക്കിയിട്ട് ആക്നെ ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാക്കാം. അപ്പൊ ഈ 5 റീസണുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കോമൺ ആയിട്ട് ഡ്രൈ ആക്നെ എന്ന് പറയുന്ന സിറ്റുവേഷനിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെ പറ്റി നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഡ്രൈ സ്കിൻ ആക്നെ ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനിലോട്ടാണ്. അതിനു മുന്നേ ഞാൻ എടുത്തു പറയാണ്, ഡ്രൈ സ്കിൻ ആക്നെ ആയിക്കോട്ടെ, എന്ത് വേഴ്സ് ആയിട്ടുള്ള സ്കിൻ കണ്ടീഷൻ ആയിക്കോട്ടെ, മൈൽഡ് ടു മോഡറേറ്റ് സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് നോർമൽ സ്കിൻ കെയർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അത് എക്സസീവ് ആയിട്ട് മാറുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഡെഫിനറ്റ്ലി ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ റൊട്ടീനിലോട്ട് പോകാം. നമുക്കറിയാം, നമ്മൾ എപ്പോഴും ഫേസ് വാഷുകൾ നമ്മൾ സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ ബിഗിൻ ചെയ്യുന്ന എന്തിനാണ്, ഫേസ് വാഷ്. നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആക്റ്റീവ്സ് ഓൾറെഡി നിങ്ങളുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ട് സ്കിൻ ബേസിക് റൊട്ടീനിലോട്ട് പോവാം. അതായത് ഫസ്റ്റ് ക്ലെൻസർ എടുക്കുക. ഇനി നിങ്ങളത് ഓയിലി സ്കിൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇപ്പൊ കറന്റ് നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണ്, അതിനകത്ത് ഒരുപാട് മൂക്കുരു വരുന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക് സ്കിൻ കെയർ റൊട്ടീനിലോട്ട് പോകാം. കാരണം നമ്മുടെ സ്കിൻ ബാരിയർ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് എങ്ങനത്തെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ക്ലെൻസേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നോൺ ഫോമിംഗ് ആയിട്ടുള്ള ജെന്റിൽ ക്ലെൻസേഴ്സ് ഞാൻ എപ്പോഴും പറയാറുള്ള സാധനമാണ്. നമ്മൾ അങ്ങനത്തെ ക്ലെൻസേഴ്സ് എപ്പോഴും പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ക്ലെൻസേഴ്സ് നമ്മുടെ സ്കിന്നിനകത്തുള്ള നാച്ചുറൽ ഓയിലിനെ സ്ട്രിപ്പ് ഔട്ട് ചെയ്ത് കളയത്തില്ല, എന്നാൽ നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ക്ലീൻനെസ് തരുകയും ചെയ്യും. ആക്നെ ഉള്ളതുകൊണ്ട് തന്നെ ഫേസ് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം സാധാരണ ഞാൻ പറയല്ല, നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിലും മോർണിംഗിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ച് കഴുകിയാൽ മതി. ഈ സന്ദർഭങ്ങളിൽ നമുക്കത് പറ്റത്തില്ല. ഡെഫിനറ്റ്ലി നമ്മൾ വെള്ളം വെച്ചല്ലാണ്ട് രാവിലെ കുറച്ച് ക്ലെൻസർ എടുത്തിട്ട് ഫേസ് വാഷ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾക്ക് നമ്മുടെ ആക്നെ ക്ലീൻ ആക്കി വെക്കണം. അതുകൊണ്ട് ഓക്കെ, അപ്പൊ നമുക്ക് ക്ലെൻസേഴ്സിന്റെ റെക്കമെൻഡേഷൻസിലോട്ട് പോവാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ സെറ്റാഫിലിന്റെ ജെന്റിൽ ക്ലെൻസർ, മിനിമലിസ്റ്റിന്റെ ഓട്സ് ക്ലെൻസർ, അതല്ലെങ്കിൽ നമ്മുടെ സിമ്മിളിന്റെ കൈൻഡ് ടു സ്കിൻ എന്ന് പറയുന്നതിന്റെ ക്ലെൻസർ, അത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ കോസറെക്സിന്റെ മോർണിംഗ് ലോ PH ജെന്റിൽ ക്ലെൻസർ നല്ലൊരു ഓപ്ഷനാണ്. ഡോട്ട് ആൻഡ് കീയുടെ ബാരിയർ റിപ്പയർ ക്ലെൻസർ നല്ലൊരു ഓപ്ഷനാണ്. ഡെർമക്കോഡ നയാസനമേഡ് ക്ലെൻസർ നല്ലൊരു ഓപ്ഷനാണ്. ഡോക്ടർ ഷേപ്പിന്റെ സെക്കാൻ നയാസനമേഡ് ക്ലെൻസറും നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ആരും ഡെർമക്കോഡ
സാലിസിനമൈഡ് എന്ന് പറഞ്ഞിട്ട് ക്ലെൻസർ ഉണ്ട്, അത് വാങ്ങിച്ച് യൂസ് ചെയ്യരുത്. കാരണം അതിനകത്ത് സാലിസിലിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ ഡ്രൈ ആയിരിക്കുന്ന സ്കിന്നിനകത്ത് അത് യൂസ് ചെയ്താൽ നമ്മുടെ സ്കിൻ ഒന്നും കൂടെ അത് ഡ്രൈ ആക്കും. അപ്പം നിങ്ങൾ മാക്സിമം ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നൊന്ന് നോക്കുക. ഇതെല്ലാം സ്കിന്നിനെ അധികം സ്ട്രിപ്പ് ഔട്ട് ചെയ്യാത്ത ജെന്റിൽ ക്ലെൻസേഴ്സ് ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് സ്കിന്നിനെ ഏറ്റവും നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇപ്പം എനിക്കറിയാം നിങ്ങൾ ഇപ്പം ഈ ആക്നെ ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യാം, നമുക്ക് ആക്നെ ട്രീറ്റ്മെന്റിലോട്ട് പോവാം. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫേസിന്റെ ബാരിയർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക. അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ഓപ്ഷനാണ് ടോണേഴ്സ്. എന്തുകൊണ്ട് മോയ്സ്ചറൈസറിന് മുന്നേ ഞാൻ ടോണേഴ്സ് യൂസ് ചെയ്യാൻ പറയുന്നു എന്ന് വെച്ചാൽ, ടോണേഴ്സ് നമ്മുടെ സ്കിന്നെ ഒന്നും കൂടെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ ഒന്നും കൂടെ ഹൈഡ്രേറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്കിന്നിനകത്തുള്ള ബാരിയർ റിപ്പയർ ആയി വരികയും അത് കാരണം നമ്മുടെ ആക്റ്റീവ് ആക്നേസിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറച്ചെടുക്കാനായിട്ട് പറ്റും. കാരണം ഈ മോസ്റ്റ് ഓഫ് ദി ആക്നെയും ഈ ഡ്രൈ സ്കിൻകാർക്ക് വരുന്നത് സ്കിൻ ബാരിയർ ഡാമേജ് ആയതുകൊണ്ടാണ്. നമ്മൾ ഒരു വശത്തോട് നമ്മുടെ സ്കിൻ ബാരിയർ റിപ്പയർ ആക്കി കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ ഒരു ആക്റ്റീവ് ആക്നെ കുറഞ്ഞു കിട്ടും. അതുകൊണ്ടാണ്. അപ്പൊ എങ്ങനത്തെ ടോണേഴ്സ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും മിൽക്കി ടോണേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ കുറേ ടോണേഴ്സ് പറയാറുണ്ട്. അങ്ങനത്തെ ടോണേഴ്സ് ആണ് ഏറ്റവും നല്ലത്. ലെനേജിന്റെ ടോണർ, ഇപ്പൊ വീഡിയോ പണ്ടൊട്ടേ കാണുന്ന ഒരാളായിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു ടോണാണ് ലെനേജിന്റെ ടോണർ. അതുപോലെ തന്നെ നമ്മുടെ ഹൈഫിന്റെ സെറമൈഡ് ടോണർ നല്ലൊരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ നമ്മുടെ ടോണി മോളിയുടെ സെറമൈഡ് ടോണർ നല്ലൊരു ഓപ്ഷനാണ്. ക്ലെയറിന്റെ പെപ്റ്റൈഡ് ടോണർ നല്ലൊരു ഓപ്ഷനാണ്. ഡെർമക്കോൺ ഡോക്ടർ വിയുടെ പെപ്റ്റൈഡ് ടോണർ. ഇത് ഈ ക്ലെയറിൻ്റെതും ഡോക്ടർ വിയുടേതും മിൽക്കി ടോണല്ല, പക്ഷെ പെപ്റ്റൈഡ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് നല്ല ടോണേഴ്സ് ആണ്. ഇത് രണ്ടും നല്ലൊരു ഓപ്ഷനാണ്. ഇതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഒരു ഹൈഡ്രേറ്റിംഗ് ടോണർ മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലമ്മിന്റെ നയാസിനമൈഡ് ടോണർ നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ, ഈ രണ്ട് പ്രോസസ്സും ചെയ്യുമ്പോൾ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രേഷൻ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ട്രീറ്റ്മെന്റിലോട്ട് പോവാം. ട്രീറ്റ്മെന്റിന് നമുക്ക് ഒരിക്കലും സാലിസിലിക് ആസിഡും ബെൻസോൾ പെറോക്സൈഡും നോർമലി യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, പ്രത്യേകിച്ച് കോൺസെൻട്രേഷനിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് സാലിസിലിക് ആസിഡ് ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമായിട്ട് വരും. ബെൻസോൾ പെറോക്സൈഡ് നമ്മൾ നോർമലി ഒരു 5% ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡ്രൈ ആക്നെക്കാർക്ക് 2.5% ആണ് ഏറ്റവും നല്ലത്. ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുന്നേക്കാളും നല്ലത് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നൈറ്റിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നൈറ്റിൽ നിങ്ങൾ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുമ്പോൾ ഫേസ് ക്ലെൻസ് ചെയ്തിട്ട് ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്തിട്ട് പിന്നെ നിങ്ങളുടെ ടോണർ, പിന്നെ മോയ്സ്ചറൈസർ, അങ്ങനെ ഫോളോ അപ്പ് ചെയ്താൽ മതി. ഓക്കെ, മോയ്സ്ചറൈസർ ചെയ്യുന്നതൊക്കെ ഞാൻ ഇനിയുള്ളതിൽ പറഞ്ഞുതരാം. ഞാൻ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റിലോട്ട് വേണം. അഥവാ അതല്ല നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യണമെങ്കിൽ അത് വീക്ക്ലി വൺസ് സ്ട്രിക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതും എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യരുത്. എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ആക്നെ ബ്രേക്ക്ഔട്ട്സ് ഉള്ളത് അവിടെ കുറച്ച് മാത്രം സാലിസിലിക് ആസിഡ് എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് നേരം വെക്കുമ്പോൾ എന്തെങ്കിലും ഇറിറ്റേഷൻസോ ഡ്രൈനെസ്സോ തോന്നുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ വാഷ് ചെയ്ത് കളയാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കാം. പിന്നെ എൻ്റെ ഒരു സിമ്പിൾ ട്രിക്ക് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്ന് ടോളറേറ്റ് ചെയ്യാത്ത സാധനം ഓവർനൈറ്റ് വെക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചും സാലിസിലിക് ആസിഡ് പോലെയുള്ള ആക്റ്റീവ്സ് ഡ്രൈ ആക്നെക്കാർ നിങ്ങളൊരു 30 to 1 minutes വെച്ചിട്ട് വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കാരണം കുറച്ച് ആക്റ്റീവ് വർക്കിംഗ് ടൈം അവിടെ കിട്ടും. ബെൻസോൾ പെറോക്സൈഡിനും ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാം, പക്ഷേ ഈ ആന്റിസെപ്റ്റിക് ആയതുകൊണ്ട് ഞാനത് ലോങ് പീരീഡിൽ വെച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ സാലിസിലിക് ആസിഡ് നമുക്ക് 2% ആണ് യൂസ് ചെയ്യുന്നത്. മിനിമലിസ്റ്റിൽ, ഓർഡിനറിയിൽ, പ്ലമ്മിൽ, ഡെർമക്കോയിലും ഒക്കെ 2% സാലിസിലിക് ആസിഡ് ഉണ്ട്. എനിക്കറിയാം അവരുടെ ബോട്ടിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറയും, AM PM ഒക്കെ യൂസ് ചെയ്യാൻ പറയും. നമുക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ട, നമുക്ക് വീക്ക്ലി വൺസ് മാത്രം നൈറ്റ്ലി യൂസ് ചെയ്താൽ മതി. ശേഷം നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഇങ്ങനെ വീക്ക്ലി വൺസും ഓൾട്ടർനേറ്റ് നൈറ്റ്സും നിങ്ങൾ ചെയ്യാം. ബെൻസോൾ പെറോക്സൈഡ് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നൈറ്റ്ലി യൂസ് ചെയ്താലും കുഴപ്പമില്ല. മാത്രമല്ല സാലിസിലിക് ആസിഡ് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. അടുത്തത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ നയാസിനമൈഡ് ആണ്. കാരണം ഇത് നമ്മുടെ സ്കിന്നിന്റെ ഓയിൽ പ്രൊഡക്ഷൻ ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, സ്കിന്നിന്റെ ഡ്രൈനെസ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ടോണർ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നയാസിനമൈഡ് സെറം യൂസ് ചെയ്യാം. 5%-ലൊട്ടൊന്നും ആരും പോകരുത്, 10%-ലൊട്ടൊന്നും ആരും പോകരുത്. 5% തന്നെ സ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കുക. ഈവൻ ദോ നിങ്ങൾക്ക് 10 ടോളറേറ്റ് ചെയ്താലും ഈ ഒരു സമയത്ത് നമുക്ക് ഡ്രൈ ആക്നെ മാറ്റിയെടുക്കുന്നവരെ നമുക്ക് 5% മതി. അപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ പ്ലമ്മിന്റെ 5% നയാസിനമൈഡ്, മിനിമലിസ്റ്റിന്റെ 5% നയാസിനമൈഡ്, സുഗന്ധയുടെ 5% നയാസിനമൈഡ്, ഡെർമക്കോയുടെ 5% നയാസിനമൈഡ്. അങ്ങനെ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിന്റെ 5% നയാസിനമൈഡ് സെറം നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്തു, അതിനുശേഷം നമ്മൾ ഹൈഡ്രേറ്റിംഗ് ടോണർ ഇട്ടു. മോർണിംഗിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല, അതിനുശേഷം നമ്മൾ നയാസിനമൈഡ് സിറം അപ്ലൈ ചെയ്തു. ഇതിനകത്ത് നയാസിനമൈഡ് സിറം സ്കിപ്പ് ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ ഓപ്ഷനിൽ ഞാൻ സ്കിപ്പ് ചെയ്യാൻ പറയത്തില്ല, പക്ഷേ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാത്തതാണ് നല്ലത്. ഇനി നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് മോയ്സ്ചറൈസർ.
സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഡ്രൈ സ്കിൻ ആക്ടിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വൈറ്റ് ഹെഡ്സിന്റെ സമയത്ത്, ഡ്രൈ സ്കിൻ വരുന്ന വൈറ്റ് ഹെഡ്സിന്റെ സമയത്ത് നമ്മൾ ഇത് എടുത്ത് പറഞ്ഞു, നമ്മൾ എത്രത്തോളം സ്കിൻ ഹൈഡ്രേഷൻ കൊടുക്കുന്നു അത്രത്തോളം സ്കിൻ അനാവശ്യമായിട്ടുള്ള ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കത്തില്ല. അത് കാരണം നമുക്കൊരു പരിധിവരെ ആക്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. എക്സിമ പോലെയുള്ള സിറ്റുവേഷൻ പോലെ നമുക്ക് പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പം സെറമൈഡ്സിലെ നല്ല ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറവിയുടെ മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. മിനിമലിസ്റ്റിന്റെ മെറുല ഓയിൽ മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. ഓഫ് കോഴ്സ് നമ്മുടെ ഞാൻ എപ്പോഴും പറയുന്ന ഹൈഫിന്റെ പില്ലോ റിച്ച് ക്രീം, ഡോട്ട് ആൻഡ് കീയുടെ സെറമൈഡ് മോയ്സ്ചറൈസർ, റിക്വലിന്റെ സെറമൈഡ് മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ സെറ്റാഫിലിന്റെ ഡ്രൈ സ്കിൻ മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ സിമ്പിളിന്റെ കൈൻഡ് സ്കിന്നകത്തുള്ള ഡ്രൈ സ്കിൻ ലോഷൻ ടൈപ്പ് മോയ്സ്ചറൈസർ ഇതും നല്ലൊരു ഓപ്ഷൻ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഡ്രൈ സ്കിൻ മോയ്സ്ചറൈസർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഡോട്ട് ആൻഡ് കിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഡ്രൈ സ്കിൻകാർക്ക് വർക്ക് ചെയ്യുന്നതായിരിക്കും. പക്ഷെ എന്നാൽ നിങ്ങൾക്ക് ഇതിനകത്ത് അത്യാവശ്യം ഇനി പറഞ്ഞല്ല, അത്യാവശ്യം നമ്മൾ റിവ്യൂസ് കണ്ടിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സ് ആയതുകൊണ്ട് ഇതിനകത്ത് ഏതെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇതിനകത്ത് ഒരുവിധം എല്ലാ മോയ്സ്ചറൈസേഴ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ 10 ഡ്രൈ സ്കിൻ മോയ്സ്ചറൈസറുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഇതിനകത്ത് പല മോയ്സ്ചറൈസേഴ്സ്. സോ അപ്പോൾ ഇത്രയും മോയ്സ്ചറൈസേഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഏതായിരിക്കും? സൺസ്ക്രീൻ. എന്തുകൊണ്ടാണ് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറയണതെന്ന് വെച്ചാൽ ഡ്രൈ സ്കിൻ ആക്നെയുടെ സമയത്ത് നമ്മുടെ സ്കിൻ ബാരിയർ ഓൾറെഡി ഡാമേജ് ആയിട്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് സ്കിന്നിൽ എത്രത്തോളം ഹൈഡ്രേഷൻ കൊടുക്കാമോ അത്രത്തോളം നമ്മൾ ഹൈഡ്രേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. വീണ്ടും ഞാൻ പറയുന്നു, സ്കിൻ നമുക്ക് കുറച്ച് ഗ്രീസി ആയിട്ട് തോന്നിയാലും മാക്സിമം മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി സൺസ്ക്രീൻ്റെ റെക്കമെൻഡേഷൻസിലോട്ട് നമുക്ക് പോകാം. അക്വലോജിക്കയുടെ വാട്ടർമെലോൺ സൺസ്ക്രീൻ, ഡോട്ട് ആൻഡ് കീയുടെ മറ്റേ പിങ്ക് കളർ ബോട്ടിലുള്ള ആ ഒരു സൺസ്ക്രീൻ, അതല്ലെങ്കിൽ നമ്മുടെ ഫിക്സ്ഡോമയുടെ ഡ്രൈ സ്കിൻ സൺസ്ക്രീൻ, നമ്മുടെ ഹൈഫന്റെ ഓൾ ഇൻ വൺ സൺസ്ക്രീൻ ഉണ്ടല്ലോ അത്, മിനിമലിസ്റ്റിന്റെ മൾട്ടി വിറ്റാമിൻ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. ഈവൻ ദ ജെൽ ബേസ്ഡ്, ഇപ്പൊ നമുക്ക് ജെൽ ബേസ്ഡ് സൺസ്ക്രീൻ യൂസ് ചെയ്താലും ഡ്രൈ സ്കിൻകാർക്ക് കുഴപ്പമില്ല, കാരണം ഓൾറെഡി നമ്മൾ ഇനഫ് ആയിട്ടുള്ള ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ ഡീകൺസ്ട്രക്റ്റിന്റെ ഇൻവിസിബിൾ സൺസ്ക്രീൻ, ഇത് കുറച്ചും കൂടെ ഇൻവിസിബിൾ ടൈപ്പാണ്. അധികം നമുക്ക് ആ ഒരു പാച്ച്നെസ് ഒന്നും സ്കിന്നിൽ കൊടുക്കാൻ പറ്റത്തില്ല, അതുപോലെ തരത്തില്ല, നമുക്ക് മെൽറ്റ് ആയിട്ട് പോകും സ്കിന്നിൽ. അതല്ലെങ്കിൽ ഡീകൺസ്ട്രക്റ്റിന്റെ ഫ്ലൂയിഡ് സൺസ്ക്രീൻ, ഇങ്ങനെ ഏതെങ്കിലും ഒരു സൺസ്ക്രീൻസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ വിഷ് കെയറിന്റെ വിറ്റാമിൻ സി സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. എനിക്കറിയാം റീസെന്റ് ആയിട്ട് വിഷ് കെയറിന്റെ പാക്കേജിങ്ങിലൊക്കെ പ്രശ്നം വന്നിട്ടുണ്ട്. ഞാനും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു ഷാമ്പു ഞാൻ യൂസ് ചെയ്യാറുണ്ട്, മൾട്ടി പെപ്റ്റൈഡ് ഷാമ്പു. അതിന്റെ എന്താ പറയുക, കണ്ടീഷണറിന്റെ ബോട്ടിലും പെട്ടെന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് വീണപ്പോഴേ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിയാം അതിന്റെ പാക്കേജിങ്ങിന് ഇച്ചിരി പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത്. പക്ഷെ പ്രൊഡക്റ്റ് നല്ലതായതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. എനിക്ക് വർക്ക് ആവുന്നുണ്ട് വിഷ് കെയർ, അതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പറയുന്നത്. സോ ഇത്രയും സൺസ്ക്രീൻസ് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡ്രൈ സ്കിൻ ആയതുകൊണ്ടും ഈ ഒരു ബാരിയർ ഡാമേജ് ഉള്ളതുകൊണ്ടും നമുക്ക് ഡബിൾ ക്ലെൻസിങ് വേണമെന്ന് ഇനി ഒരു ആൾക്കാർക്ക് ചോദിക്കും. നൈറ്റ് ഡെഫിനറ്റ്ലി ഡബിൾ ക്ലെൻസിങ് നല്ലതാണ്. ഈ ഒരു സമയത്ത് നമ്മൾ മാക്സിമം മിസലർ വാട്ടേഴ്സും ആൽക്കഹോൾ കണ്ടന്റും ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് അതുകൊണ്ട് തന്നെ ക്ലെൻസിങ് ഓയിലോട്ട് ഇപ്പം ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ അധികം പ്രശ്നമില്ലാണ്ട് നമുക്കൊരു ക്ലെൻസിങ് ഓയിൽസുകളെല്ലാം യൂസ് ചെയ്യാം. നമ്മുടെ ഫേസ് ഷോപ്പിന്റെ ക്ലെൻസിങ് ഓയിൽ, അല്ലെങ്കിൽ സിലിമാക്സിന്റെ ക്ലെൻസിങ് ഓയിൽ, സിലിമാക്സിന്റെ ക്ലെൻസിങ് ബാം, പ്ലമ്മിന്റെ ക്ലെൻസിങ് ബാം, നമ്മുടെ ഡോക്ടർ ഷീറ്റിന്റെ ക്ലെൻസിങ് ഓയിൽ, സുഗന്ധയുടെ ക്ലെൻസിങ് ഓയിൽ ഒക്കെ നല്ല ഓപ്ഷൻസ് ആണ്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് ഡബിൾ ക്ലെൻസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, ഡ്രൈ സ്കിൻ ആക്നെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, സ്കിൻ ബാരിയർ ഡാമേജ് ഇല്ലാണ്ട് വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും സ്റ്റോപ്പ് ചെയ്യുക. എന്തുകൊണ്ട് ഡ്രൈ സ്കിന്നിൽ ആക്നെ വന്നു എന്നുള്ളത് നോക്കുക, ദെൻ പ്രൊസീഡ് ചെയ്യുന്നതാണ് നല്ലത്. ഏറ്റവും ബേസിക് സ്കിൻ കെയർ റൊട്ടീനിലോട്ട് വരുമ്പോൾ തന്നെ ഒരുവിധം ഡ്രൈ സ്കിൻ ആക്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡ്രൈ സ്കിൻ ആക്നെക്കാർ ശ്രദ്ധിക്കേണ്ടത്, പോപ്പ് ചെയ്യാനായിട്ട് നിൽക്കരുത്, പൊട്ടിക്കാനായിട്ട് നിൽക്കരുത്. പിമ്പിൾ പാച്ചസ് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുക. ക്വിഞ്ചിൻ്റെത്, ഡെർമക്കോളത്, ബി ബോഡി വേസ്റ്റിൻ്റെ ഒക്കെ പിമ്പിൾ പാച്ചസ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ചെയ്യുന്നത് ഇതിൽ ക്വിഞ്ച് നന്നായിട്ട് വർക്ക് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ആക്റ്റീവ് ആക്നെ വന്നാലും നമുക്ക് സ്പോട്ട് ട്രീറ്റ്മെന്റ്സും യൂസ് ചെയ്യാനായിട്ട് പറ്റും. വീക്ക്ലി വൺസ് നിങ്ങൾ സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്തോ, അല്ലാതെ പെട്ടെന്നൊരു മോക്കുരു വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ട് ട്രീറ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആക്സിസ്പയുടെ സ്പോട്ട് ട്രീറ്റ്മെന്റ്, ആക്നെ സ്ക്വാഡിന്റെ സ്പോട്ട് ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ ഫോക്സ്റ്റൈലിന്റെ സ്പോട്ട് ട്രീറ്റ്മെന്റ്സ്.
ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഡ്രൈ സ്കിൻ ആക്നെ നമ്മൾ ടാക്കിൾ ചെയ്യാനായിട്ട്. പിന്നെയും ശ്രദ്ധിക്കുക, മൈൽഡ് ടു മോഡറേറ്റ് ആണെങ്കിൽ മാത്രമേ ഈ റൊട്ടീൻ വർക്ക് ആവത്തുള്ളൂ. സിവിയർ പെയിൻഫുൾ ആക്നെ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ പോയി കാണാനും മറക്കണ്ട, കാരണം സ്കിൻ ബാരിയർ അത്രയും ഡാമേജ് ആയിരിക്കും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞത് ഡ്രൈ സ്കിൻ ആക്നെ പറ്റിയിട്ടായിരുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട. അല്ലാതെ നിന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ട്യൂസ്ഡേ Q&A അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ടോ ഷോർട്ട് വീഡിയോ ആയിട്ടോ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ട്യൂസ്ഡേ വരുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്. ടാറ്റാ.